അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ തജ്വീദിൻ്റെ 15ാമത്തെ പാഠഭാഗമാണ്. അസ്സക്ത. ശബ്ദം നിർത്തി ശ്വാസം വിടാതെ അല്പം അടങ്ങുന്നതിന് സക്ത എന്ന് പറയപ്പെടുന്നു. അപ്രകാരം സക്ത ചെയ്യപ്പെടുന്നത് പരിശുദ്ധ ഖുർആനിൽ 4 ഇടങ്ങളിലാണ്. വലം യജ്അൽ ലഹു ഇവജാ ഖയ്യിമ. ഇവജൻ എന്ന വേർഡ് വെച്ചിട്ട് അവസാനിക്കുകയാണ്. അടുത്ത ആയത്താണ് ഖയ്യിമ തൊട്ട് തുടങ്ങുന്നത്. ഇവിടെ നമ്മൾ ചേർത്ത് ഓതിപ്പോകുമ്പോൾ വലം യജ്അൽ ലഹു ഇവജാ. ഇവിടെ നമ്മൾ നിർത്തുമ്പം എങ്ങനെ നിർത്തേണ്ടത്? വലം യജ്അൽ ലഹു ഇവജാ എന്ന് നിർത്തണം. മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാനു. ഇങ്ങനെ വേണം ഓതാൻ. അടുത്തത് വഖീല മർറാഖ് കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം. തംബീഹ്. ഇവജൻ ഖയ്യിമ എന്നതിൽ സക്ത ചെയ്യുമ്പോൾ ഇവജ എന്ന് അസ്ലിയായ മദ് ചേർത്താണ് ഉച്ചരിക്കേണ്ടത്. ഇവജൻ എന്ന് തൻവീനോടുകൂടി ഉച്ചരിക്കരുത്. മനസ്സിലായോ? ശബ്ദം നിർത്തി ശ്വാസം വിടാതെ അല്പം അടങ്ങുന്നതിന് സക്ത എന്ന് പറയപ്പെടുന്നു. എങ്ങനെയാണ് ശബ്ദം നിർത്തി ശ്വാസം വിടാതെ ഉച്ചരിക്കുന്നത്? മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാനു. ഇങ്ങനെ വേണം ഓതാൻ. ശബ്ദം നിർത്തും, ശ്വാസം പക്ഷേ വിട്ടുകളയില്ല. ശ്വാസം വിടാതെ ഓതും. വലം യജ്അൽ ലഹു ഇവജാ ഖയ്യിമ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാനു വഖീല മൻ റാഖ് കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം. ഇങ്ങനെയാണ് ഓതുക. ചോദ്യോത്തരങ്ങൾ നോക്കിയാലോ. 1. സക്ത എന്നാൽ എന്ത്? സക്ത എന്ന് വെച്ചാൽ എന്താണ്? സക്ത എന്ന് വെച്ചാൽ എന്താണ്? ശബ്ദം നിർത്തി ശ്വാസം വിടാതെ അല്പം അടങ്ങുന്നതിന് സക്ത എന്ന് പറയപ്പെടുന്നു. 2. പരിശുദ്ധ ഖുർആനിൽ സക്ത ചെയ്യേണ്ട 4 സ്ഥലങ്ങൾ ഏതെല്ലാം? 4 സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഇത് 4ആണല്ലേ. സൂറത്തുൽ കഹ്ഫിലായത്ത്, സൂറത്ത് യാസീനിലായത്ത്, സൂറത്തുൽ ഖിയാമയിലായത്ത്, സൂറത്തുൽ മുത്തഫിഫീനിലെ ആയത്ത്. പാഠഭാഗങ്ങളും ചോദ്യോത്തരങ്ങളും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ മഅസ്സലാമ.